തേയ്മാനം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇപ്പോൾ സ്ത്രീകളിലാണ്. കാരണം ഒന്ന്, ശരിയായ രീതിയിലുള്ള ഒരു ന്യൂട്രീഷണൽ സപ്പോർട്ട് എപ്പോഴും അവർക്ക് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ അവരുടെ ബോണിൻ്റെ ഡെൻസിറ്റി, അതായത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് അവർക്ക് കൂടുതലായും കാണപ്പെടുന്നത് പല കാരണങ്ങളാലും, ഹോർമോണൽ കാരണങ്ങളാലും, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ സന്ധികൾക്ക് വേണ്ട രീതിയിലുള്ള വ്യായാമം ഇന്ന് അവർക്ക് കുറവാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അവരുടെ ജോലി തിരക്ക് മൂലം അവരുടെ ആരോഗ്യ പരിരക്ഷണത്തിൽ അവർ ഇച്ചിരി ഇപ്പോൾ കമ്പയർ ടു പുരുഷന്മാരിൽ നിന്നും പുറകിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മുട്ടുസന്ധികളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് കൂടുതലും, അതുപോലെ തന്നെ ബോണിലുണ്ടാകുന്ന ഡെൻസിറ്റി, ബോൺ മിനറൽ സ്ട്രെങ്ത് കുറവുമായിരിക്കും. അതുപോലെ തന്നെ തേയ്മാനത്തിന് കൂടുതൽ സാധ്യത സ്ത്രീകളിൽ കൂടുതലാണ്. നമ്മുടെ വെയ്റ്റ് ബെയറിംഗ് ജോയിൻറ്റ്സ്, അതായത് മുട്ടുസന്ധി, ഇടുപ്പ് സന്ധി എന്നിവയിലൊക്കെ നമ്മുടെ ശരീരഭാരം വളരെയധികം അനുഭവപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഒരാളുടെ ശരീരഭാഗത്തിൻ്റെ 3 times വെയിറ്റ് നമ്മുടെ സന്ധികളിലൂടെ കടന്നു പോകും. അവർ നടക്കുമ്പോഴും ചിലപ്പോൾ ഓടുമ്പോഴും 7 times ഹൈ ആയിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ 1 കിലോ ഭാരം കൂടിയാൽ അതിൻ്റെ 7 ഇരട്ടി എഫക്റ്റ് നമ്മുടെ സന്ധികളിൽ അനുഭവപ്പെടും. അങ്ങനെ ആ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സന്ധികൾക്ക് തേയ്മാനം ഉണ്ടാകാനും, തേയ്മാനം മൂലം ഓസ്റ്റിയോ ആർത്രൈറ്റിസും, വേദന, വളവ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളിൽ വളരുന്ന പ്രായത്തിൽ നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റിയിൽ ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ട് കഴിയിരിക്കും. അതായത് ചെറുപ്പത്തിലെ ബോൺ മിനറൽ ഡെൻസിറ്റി കൂടിക്കൂടി യുവത്വം എത്തുമ്പോൾ ഏകദേശം 25-30 വയസ്സാകുമ്പോഴാണ് അത് പീക്ക് ബോൺ മാസ് അഥവാ ഏറ്റവും കൂടിയ ബോൺ മിനറൽ ഡെൻസിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ അത് വളരെ കുറവായിരിക്കും. ആ സമയങ്ങളിൽ നമ്മൾ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ, അതായത് കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി തുടങ്ങിയവ ആവശ്യത്തിന് ലഭ്യമാണെങ്കിൽ കുട്ടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ ബോണിൻ്റെ സ്ട്രെങ്ത് കൂടി കിട്ടും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വൈറ്റമിൻ ഡി കൂടുതലായും ലഭിക്കുന്നത് നമ്മുടെ സൺലൈറ്റിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സൺലൈറ്റ് എക്സ്പോഷർ, അതായത് വീടിന് പുറത്തുള്ള കളികളിലും കായിക വിനോദങ്ങളിലും ഒക്കെ അവരെ അനുവദിക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ചിലപ്പം വളരുന്ന പ്രായത്തിൽ വേണ്ടി വരും. അങ്ങനെ അവ നൽകുകയാണെങ്കിൽ അവരുടെ കുട്ടികളുടെ ബോണിൻ്റെ സ്ട്രെങ്ത് നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അത് അപ് ടു 25-30 ഇയേഴ്സ് വരെയാണ് ആ വളർച്ചയുടെ പീക്ക് എന്ന് പറയുന്നത്. ആ പീക്ക് ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് ഞാൻ പറയും. അത് കഴിയുമ്പോൾ പല കാരണങ്ങളാൽ ആ പ്രോഗ്രസ് നമുക്ക് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഏകദേശം 60 വയസ്സാകുമ്പം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ കുറച്ചുകൂടി നേരത്തെ 55 വയസ്സ് കഴിയുമ്പോൾ ഈ മിനറൽ ഡെൻസിറ്റി പല കാരണങ്ങളാൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അതാണ് ഓസ്റ്റിയോപൊറോസിസിന് പിന്നെ കാരണമാകുന്നത്. കാലിൻ്റെ മുട്ടിൻ്റെ തേയ്മാനം മൂലവും വളവ് മൂലവും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു സർജറിയാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി എന്ന് പറഞ്ഞത്. കൺവെൻഷണൽ രീതിയിലാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് മൂലം റൊബോട്ടിക് അസിസ്റ്റഡ് നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഇവിടെ ലഭ്യമാണ്. റൊബോട്ടിക് അസിസ്റ്റഡ് നീ സർജറി എന്ന് പറഞ്ഞാൽ സാധാരണ സർജറികളിൽ നിന്ന് നമ്മുടെ കാലിൻ്റെ അലൈൻമെൻറ്റ് നമ്മളൊരു അനാറ്റമിക്കൽ ആക്സിസിൽ നിന്നും ഒരു മെക്കാനിക്കൽ ആക്സിസ് കണ്ടെത്തി അതിന് അനുയോജ്യമായ രീതിയിൽ ഇംപ്ലാന്റ് ഫിക്സ് ചെയ്ത് ഒരു പുതിയ നീ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ റോബോട്ടിക് നീ അസിസ്റ്റഡ് സർജറിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഫങ്ഷണൽ നീ അലൈൻമെൻറ്റിലേക്ക്, അതായത് ഈ ഒരു പേഷ്യൻറ്റിന് അസുഖം വരുന്നതിന് മുമ്പ് അവരുടെ കാലുകൾ എങ്ങനെയുണ്ടായിരുന്നു, അവരുടെ കാലിൻ്റെ ആക്സിസ് എങ്ങനെയുണ്ടായിരുന്നു, അതിനനുസൃതമായ രീതിയിലേക്ക് പേഷ്യൻ്റ് സ്പെസിഫിക് അലൈൻമെൻറ്റ് എന്ന് വേണേൽ പറയാം, രീതിയിൽ കൊണ്ടുവന്ന് ഒരു അലൈൻമെൻറ്റ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മിക്ക ആളുകളുടെയും എല്ലാ ആളുകളുടെയും മുട്ടുസന്ധികൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അവർക്ക് പലർക്കും പല രീതിയിലുള്ള ഏകദേശം 9 തരത്തിലുള്ള നീ അലൈൻമെൻറ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായ രീതിയിൽ നീ റീപ്ലേസ്മെൻറ്റ്സ് ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടിക് അസിസ്റ്റഡ് നീ സർജറിയിലൂടെയാണ്. പിന്നീട് കൂടാതെ റോബോട്ടിക് അസിസ്റ്റഡ് നീ സർജറിയിലെ സോഫ്റ്റ് ടിഷ്യൂ റിലീസ് വളരെ കുറവാണ്. തന്മൂലം പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ വളരെ കുറവാണ്, രക്തനഷ്ടം കുറവാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമുക്ക് റീഹാബിലിറ്റേഷനിലൂടെ മുട്ടിൻ്റെ ചലനം നേരത്തെ നേടിയെടുക്കുന്നതിനും നല്ല രീതിയിൽ നടക്കാനും ഒക്കെ സാധിക്കും. ഇതൊക്കെ റോബോട്ടിക് നീ അസിസ്റ്റഡ് സർജറിയുടെ അഡ്വാൻറ്റേജസ് ആണ്. സർജറിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കൃത്യവും സൂക്ഷ്മതയോടും കൂടി നമുക്ക് നീ റീപ്ലേസ്മെൻറ്റ് സർജറി റോബോട്ടിക് അസിസ്റ്റഡ് നീ സർജറിയിലൂടെ സാധിക്കും. അതുപോലെ തന്നെ റിയൽ ടൈം അസസ്മെൻറ്റ്, സർജന് അത് സർജറി ചെയ്യുമ്പോൾ തന്നെ ആ മുട്ടിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയായിരിക്കും, ലിഗമെൻറ്റിൻ്റെ ടോൺ എങ്ങനെയായിരിക്കും, നമ്മളത് ഐസോട്ടോണിക്കായിട്ട് തന്നെയാണോ ബാലൻസ്ഡായിട്ടാണോ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ റിയൽ ടൈം അസസ്മെൻറ്റ് ബൈ ദ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ
അറിയാൻ സാധിക്കും. മറ്റേത് നമ്മളൊരു ട്രയൽ ആൻഡ് എററാണ്. നമ്മൾ ഒരു ബോൺ റിസെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പല തവണ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഈ അലൈൻമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ദീർഘനേരം ഇരുന്ന് യാത്ര ചെയ്യുന്നവർക്കും ദീർഘദൂരം വാഹനം ഓടിക്കുന്നവർക്കൊക്കെ നടുവേദന ഇന്ന് വളരെ സാധാരണ ആണ്. കാരണം നമ്മുടെ നടുവിൻ്റെ ഡിസ്കിനുണ്ടാകുന്ന ലോഡ് ദീർഘനേരം ഇരിക്കും തോറും അത് കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കിൽ ലോഡ് അനുഭവപ്പെടുകയും അത് നമുക്കൊരു ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ് തുടങ്ങിയവയ്ക്ക് കാരണമാകും. അതുപോലെ തന്നെ ഡിസ്കിനോടനുബന്ധിച്ചുള്ള ഫേസഡ് ജോയിൻറ്റ്സ് ഉണ്ട്. ആ ഫേസഡ് ജോയിൻറ്റ്സിലും ഇതുപോലെ തന്നെ ദീർഘനേരം ഇരിക്കുമ്പോൾ കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടുകയും ആ സ്ട്രെസ് നമുക്ക് അവിടെ ആർത്രോപ്പതി, ഫേസറ്റ് ആർത്രോപ്പതി, തേയ്മാനം എന്നിവയൊക്കെ ആയിട്ട് അനുഭവപ്പെടും. ദീർഘനേരം ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ നട്ടലിന് ചുറ്റുമുള്ള പേശികളുടെ ടോൺ നഷ്ടപ്പെടാം. അതുപോലെ തന്നെ പേശികളുടെ ബലം നഷ്ടപ്പെടാം. തന്മൂലം ഈ ജോയിൻസിലും നടുവിൻ്റെ ഡിസ്കിലും ഉണ്ടാകുന്ന ലോഡും വളരെ കൂടുതലായിരിക്കും. ദീർഘയാത്രകൾ ചെയ്യുന്നവർ ചെയ്യേണ്ടത് ഇടയ്ക്ക് കൂടെ ഒരു ഫ്രീക്വൻറ്റ് ബ്രേക്ക് എടുക്കുക. 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഒരു ബ്രേക്ക് എടുത്ത് നടുവ് നിവർക്കുകയും നടുവിനെ സ്ട്രെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് നടക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഫ്രീക്വൻറ്റ് ബ്രേക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ദീർഘദൂര യാത്ര ചെയ്യുന്നവരിലും ദീർഘദൂര ഡ്രൈവിംഗ് ചെയ്യുന്നവരിലും ഉണ്ടാകുന്ന നടുവേദന കുറയ്ക്കാൻ സാധിക്കും.